മില്ലറ്റ് ചായ പോലെയൊക്കെ ഇരിക്കും. ഇതിനകത്ത് മറ്റേ ധാന്യപ്പൊടികൾ ചേർത്തിട്ടുള്ള ചായയാണ്. അപ്പോൾ ഇതിന് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. അതിന് മുമ്പ് ഞാൻ ചായ ഒന്ന് കുടിക്കാം. ഈ മില്ലറ്റുകളെ കുറിച്ച് അറിയാലോ. ചെറുധാന്യം 2023 ചെറുധാന്യ വർഷമായിട്ട് ഗവൺമെൻറ് ചെറുധാന്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആചരിക്കുകയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വർഷമോ ദിനമോ കിട്ടെങ്കിൽ മാത്രമേ സംഭവങ്ങൾ ഒരു പ്രൊമോട്ട് ആവത്തുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ മെയ് 12-ാം തീയതി മാതൃദിനം വന്നപ്പോഴാണ് എല്ലാവർക്കും അമ്മയെക്കുറിച്ചൊന്ന് ഓർമ്മ വന്നത്. എന്ന് പറഞ്ഞ പോലെ ചെറുധാന്യങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മ വരണമെങ്കിൽ ഒരു ദിനമോ ഒരു വർഷമോ എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ അതിനുശേഷം എന്തായാലും ചെറുധാന്യങ്ങൾ മില്ലറ്റുകൾ പൊതുവെ മാർക്കറ്റിൽ ലഭ്യമാകുന്നുണ്ട്. ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. പാലും മില്ലറ്റ്സ് പൗഡറും ഷുഗറും ചേർന്നതാണ് ഈ ചായ. ഈ ചായ ആരോഗ്യം നൽകുന്നതാണ്. ഞാനിപ്പോൾ മില്ലറ്റ് ടീ കുടിച്ചു. അതെ, മില്ലറ്റ് പൗഡറും പിന്നെ മില്ലറ്റ് പൗഡറും മിൽക്കും ഷുഗറും മാത്രമാണ് അതിനകത്ത് വരുന്നത്. ചായ കുടിക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റിൽ എനിക്ക് കുടിക്കാൻ പറ്റി. മില്ലറ്റ്സിന്റെ സൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നെയ്യാറ്റിക്കര ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരാൾ കുടിച്ചോണ്ടിരിക്കുന്നതാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് മില്ലറ്റ് സൂപ്പ് കുടിക്കാൻ ആരോഗ്യം ഒന്ന് ഉഷാറാക്കാനായിട്ട് എനിക്ക് കുറച്ച് റെഗുലർ അഡ്വക്കേറ്റ്സ്, കുറച്ച് റെഗുലർ കസ്റ്റമർ മില്ലറ്റ് സൂപ്പ് കഴിക്കാൻ വരുന്നുണ്ട്. ഇത് ചെറിയ ഒരു കേരള ഡൊണട്സിൻ്റെതായ ചെറിയ ഇൻഗ്രീഡിയൻസ്, ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങളൊരു സൂപ്പ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിന് 30 രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഈ ഒരു മില്ലറ്റ് സൂപ്പ് ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിൽ പോകുകയാണെങ്കിൽ 250 to 300 rupees അവർ ചാർജ് ചെയ്യും. ഈ 30 രൂപ സൂപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ സൂപ്പ് വെറും സിമ്പിൾ ചിക്കൻ സൂപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 രൂപ ആവും. 50 രൂപ എന്നല്ല. അപ്പൊ ഇനി അപ്പൊ ആ സൂപ്പ് ഒന്ന് കുടിച്ചിട്ട് തന്നെ പോയി. അപ്പൊ സംഭവം നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിക്കുമല്ലോ, നല്ല ടേസ്റ്റ്. ഇത് പറയട്ടെ, ഇത് മില്ലറ്റ്സിന്റെ ഹീലക്സ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മില്ലറ്റ്സ് മിൽക്കാണ്. ഇത് മില്ലറ്റ്സ് ഒന്ന് ഫോമായി ലിക്വിഡ് ഫോമിലാണോ? പൗഡറാണ്. ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരി കതിരായി വരുമ്പോൾ ഒരു പാല് പോലെ വരുമല്ലോ, ആ ഒരു പരുവം വരുമ്പോൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതിന്റെ കൂടെ നമ്മുടെ 5 മില്ലറ്റ്സ് ധാന്യങ്ങൾ എന്ന് പറയുന്ന 5 ഇതിങ്ങനെ വേണം കാണിക്കാം. ഇങ്ങനെ വെച്ചിട്ട് കുതിരവാലി, പിന്നെ ഇങ്ങനെ ഓരോന്ന് സൈഡിൽ കൂടെ നടക്കട്ടെ, നമ്മൾ സൂപ്പ് കഴിക്കും. ഇത് നല്ലൊരു ഷോയാണ്. കാരണം പ്രോഡക്ട്സ് കംപ്ലീറ്റ് അതിൻ്റെ കൂടെ വന്നു. ഒരു മില്ലറ്റ്സ് തന്നെ റെഗുലറായിട്ട് കഴിക്കണം എന്ന് പറയുന്നില്ല. ഇതിപ്പോഴും നമ്മൾ മില്ലറ്റ്സ് മാറിക്കൊണ്ടിരിക്കണം. മില്ലറ്റ്സ് മിൽക്ക് ഇത് ഒരു നല്ലൊരു വൈറ്റമിൻ പ്രോസസ്സ് ഉള്ളതാണ്. അതിൻ്റെ ഒപ്പമുള്ള മില്ലറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് തിന്നാൻ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾ കമ്പിൻ്റെ ആയിരിക്കും കിട്ടുന്നത്. മറ്റന്നാൾ നിങ്ങൾ വരുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ നമ്മുടെ കുതിരവാലിയുടെ ആയിരിക്കും. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിലൊരിക്കൽ ഒരു ധാന്യം മാറിക്കൊണ്ടിരിക്കും. ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളിൻ്റെ ശരീരത്തിൻ്റെ ഊഷ്മാവ്, pH, രക്തത്തിൻ്റെ ചക്രം, ഓട്ടം, ഷുഗർ, കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ എല്ലാം നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും. ഈ സൂപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ്. ഇതിന് ടേസ്റ്റ് ഇത് ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്, ടേസ്റ്റ് കുറവായിരിക്കും, ഗംഭീര ടേസ്റ്റ്. കാരണം ചേർത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉള്ളു. അപ്പം പിന്നെ ഹെൽത്തിന് ഒരു ടെൻഷനും ഇല്ലാതെ ധൈര്യമായിട്ട് കഴിക്കാം. ഏത് പ്രായക്കാരും കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ കഴിക്കാം, ഹെൽത്തി ആയിട്ട് ജീവിക്കാം. ഇനിയുള്ള കുറച്ച് നാൾ കോവിഡിന് വന്നതിന് ശേഷം ഉള്ള അവസ്ഥയൊക്കെ അറിയാമല്ലോ. മര്യാദയ്ക്ക് പറയുന്ന കേട്ട് ജീവിച്ചാൽ കൊള്ളാം. ഞാനിതൊന്ന് തീർക്കട്ടെ. ഈ മില്ലറ്റ് ഞാൻ കൊണ്ട് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇത് എന്തിനുള്ളതാണ്? റാഗിയുടെ ദോശ. ഇനി എൻ്റെ ദോശ റാഗി കൊണ്ട്, മില്ലറ്റ് ദോശ.